മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കോട്ടയ്ക്കൽ ചങ്കുവെട്ടി മിനി റോഡിനോട് കേരള സർക്കാർ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ മുസ്ലിം ലീഗ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പ്രതിഷേധ സംഗമം കോട്ടയ്ക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഉദ്ഘാടനം ചെയ്തു. ഒരേ പ്രവൃത്തിക്ക് രണ്ട് ഫണ്ട് അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് ഈ റോഡ് ഏറ്റെടുത്ത് ചെയ്തുകൂടാ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ ഫണ്ട് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഫണ്ട് 1.5 കോടി അനുവദിച്ച ഒരു റോഡിന് നമ്മൾ മുനിസിപ്പാലിറ്റി സാക്ഷ്യപത്രം കൊടുക്കണം. മറ്റ് ഫണ്ടുകൾ നമ്മൾ ഈ റോഡിന് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഏത് റോഡാണെങ്കിലും. അങ്ങനെ ഇരിക്കെ മറ്റൊരു ഫണ്ട് മുനിസിപ്പാലിറ്റിക്ക് ഈ ഒരു വർക്കിൽ വെക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് മുനിസിപ്പാലിറ്റി ഇതുവരേക്കും ഈ ഒരു വർക്ക് ചെയ്യാതിരുന്നത്. നേരത്തെ സുലൈമാൻ സാഹിബ് പറഞ്ഞ പോലെ ഏകദേശം 200ഓളം റോഡുകളുടെ വർക്കാണ് 24-25 വർഷ പദ്ധതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 90 റോഡുകളുടെ വർക്ക് പൂർത്തിയായി. ഇനി ഒരു മാർച്ചോട് കൂടി മാക്സിമം റോഡ് പൂർത്തിയാക്കാം. അപ്പോൾ ഫണ്ടിൻ്റെ അഭാവതയല്ല നമ്മൾ ഈ ഒരു റോഡ് കൃത്യമായിട്ട്, കാരണം എൻ്റെ കയ്യിൽ എല്ലാ ഡോക്യുമെൻസും ഉണ്ട്. നമ്മൾ LP സ്കൂളിൽ മീറ്റിംഗ് ചേർന്ന മുതൽ അതിനുശേഷം PWDൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ടൊരു മീറ്റിംഗ് ചേർന്നു. അന്ന് തീരുമാനമെടുത്തത് ഇതിൻ്റെ അളവ് കൃത്യമായിട്ടൊന്ന് അളന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താം. നമുക്കത് വിട്ടുതരാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് BMBC പ്രവൃത്തി ചെയ്യാമെന്ന് പറഞ്ഞു. അല്ലാതെ ഇവിടുത്തെ അളവ് രേഖപ്പെടുത്തി ഈ അളവ് പ്രകാരം ഏകദേശം 68ഓളം ആളുകൾ ഈ ഒരു പ്രൊജക്റ്റ് വേണ്ടി സ്ഥലം വിട്ടുതരാനുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 80% ആളുകളും ഈ പ്രൊജക്റ്റിന് വിട്ടുതരാൻ തയ്യാറല്ല എന്നുള്ളതാണ്. എന്നിട്ടും നമ്മളൊരു തീരുമാനം എടുത്തു. MLAൻ്റെ അധ്യക്ഷതയിൽ PWD AE AXC എല്ലാം കൂടിയ ഒരു മീറ്റിങ്ങിൽ നമ്മളൊരു തീരുമാനം എടുത്തു. MLA അടക്കം തീരുമാനിച്ചത് ഈ ഉള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നിലനിർത്തിക്കൊണ്ട് ഈ റോഡ് ഏറ്റെടുത്ത് നമ്മുടെ ഈ ഫണ്ടിൽ, അതായത് 1.5 കോടി രൂപ ചെലവഴിച്ച് ഈ റോഡ് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ് തീരുമാനമെടുത്തു. അതിൻ്റെ പേരിൽ കൗൺസിൽ റെസൊല്യൂഷൻ, അതായത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റീൻ്റെ കൗൺസിൽ റെസൊല്യൂഷൻ എടുത്തുകൊണ്ട് PWDക്ക് നമ്മൾ അയച്ചു. നിങ്ങൾ ഈ ഒരു റോഡിനെ ഏറ്റെടുത്തുകൊണ്ട് 1.5 കോടി രൂപ ഇതേ സ്റ്റാറ്റിസ്റ്റിക്സ് ജനങ്ങളാരും സ്ഥലം വിട്ട് നൽകാതെ ഇപ്രകാരം തന്നെ ഏറ്റെടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ PWDക്ക് ലെറ്റർ അയച്ചു. പക്ഷെ ആ ലെറ്ററിന് ഇതുവരേക്കും ഒരു മറുപടി വന്നിട്ടില്ല. മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി സുലൈമാൻ പാറമ്മൽ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ മുസ്ലിം ലീഗ് ട്രഷറർ സാജിദ് മങ്ങാട്ടിൽ, മുനിസിപ്പൽ വൈസ് ചെയർമാൻ ചെരട മുഹമ്മദ് അലി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ടീച്ചർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയാമു, വാർഡ് കൌൺസിലർ നഷ്വ, കുഞ്ഞലവി കാലുടി, യൂസഫ് എടക്കണ്ടൻ, ബഷീർ തട്ടാരത്തൊടി, നൌഷാദ് CK തുടങ്ങിയവർ സംസാരിച്ചു. വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, കോട്ടയ്ക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടയ്ക്കൽ. ഫോൺ 9946 999976.